നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചുനാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരുമില്ല. വല്ലപ്പോഴൊക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട. നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി. 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. But today is the 10th day. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. അതെ, സാഹിബ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേഴ്സൺ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. ഹൈമി, നിയർ മാർക്കറ്റ്. ഓക്കെ. 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ. എന്താ സാറേ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫേഴ്സൺ ഹൈമിയെ ചോദ്യം ചെയ്തു. സ്മാർട്ട് ഗേൾ. അവള് തന്നെ പറ്റിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ? അവള് ബുദ്ധിയുള്ളവളാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണും. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സാഹിബിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ? നമ്മൾ ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. മക്ഫേഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മളെന്തോ ചെയ്യും? ഭൈമിക്ക് 2 തല്ലു കൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യും? അവളുടെ അച്ഛനെ വിളിച്ചേർത്തി ചോദിക്കാം, ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോന്ന്. ഭാഗ്യത്തിന് പരമു വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. അത് കൊള്ളാം. എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ, നേരം കളയണ്ട. സാഹിബ് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഹലോ, അതെ, എന്തായി? പെട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കണേ. പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമു നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്. ഭൈമി, നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് 2 പേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമു എവിടെ? എന്നോട് ഇനി എങ്ങനെ ചോദിക്കാതെ സാർ? നിന്നോടാ ചോദിച്ചത്, പരമു എവിടെയെന്ന്.
പരമ വെട്ടി കൊടുത്തു? ജോണിയുടെ കയ്യിൽ. കാവിൽ ജോണിയോ? അതെ. അയാളും പരവുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കും നീ വിചാരിച്ചു അല്ലേ? Lock the door. Yes, sir. ഒരു കാരണവശാലും ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമ വന്നാൽ എന്ത് ചെയ്യണം സാർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സാർ. ഓക്കെ. ആർക്ക് വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ. നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടി. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഓടണേ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസിയൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവി ഇടമെടുക്കും. പാവം ദേവി ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടി പഠിക്കേണ്ടി വരുന്ന തോന്നുന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? ആ, അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ? നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസ്സി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ. ഞാൻ എന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. ഇതിനെല്ലാം കൂടി എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടുമോ? 45,000 രൂപ ഇതാ. എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ.